മൗണ്ട്പീസ് ഡോമിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു. അടുത്ത ഡെസ്റ്റിനേഷൻ ആഗ ഖാൻ പാലസ് ആണ്. വളരെ ഉയർന്ന ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ തിരക്കേറിയ തെരുവോരങ്ങളും പിന്നിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ ആഗ ഖാൻ പാലസിന്റെ കവാടത്തിലെത്തിയിട്ടുണ്ട്. വളരെ വിശാലമായൊരു പാർക്കിംഗ് ഗ്രൗണ്ട് തന്നെ ആഗ ഖാൻ പാലസിന് മുൻപിലുണ്ട്. ഞങ്ങൾ വരുന്നതിന് മുമ്പ് കുറച്ച് വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി ഞങ്ങൾ പാർക്ക് ചെയ്തതിനു ശേഷം ടിക്കറ്റ് കൗണ്ടറിലേക്ക് ഞങ്ങൾ പതിയെ നടന്നു. ടിക്കറ്റ് കൗണ്ടറിന് മുന്നിൽ ചെറിയൊരു തിരക്കൊക്കെ ഉണ്ട്. അവിടെ ഓഫ്ലൈൻ ടിക്കറ്റുകൾ കിട്ടത്തില്ല, ഓൺലൈൻ ടിക്കറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. ഒരു ടിക്കറ്റും എടുത്തു. 20 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് നടന്നു. ആഗ ഖാൻ പാലസ് വെറും ഒരു കൊട്ടാരമല്ല, ഇത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ വിലപ്പെട്ട ഒരു ഏടാണ്. 1892 സുൽത്താൻ മുഹമ്മദ് ഷാ ആഗ ഖാൻ മൂന്നാമനാണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത്. അക്കാലത്ത് പൂനെയിൽ ഉണ്ടായിരുന്ന കടുത്ത ക്ഷാമത്തെ തുടർന്ന് പ്രാദേശിക തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പാലസ് അന്ന് നിർമ്മിച്ചത്. 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആരംഭിച്ച കാലം. മഹാത്മാഗാന്ധിജി, കസ്തൂർബ ഗാന്ധി, മഹാദേവ് ദേശായി, സരോജിനി നായിഡു എന്നിവരെ ബ്രിട്ടീഷ് സർക്കാർ അന്ന് ഇവിടെയാണ് തടവിലാക്കിയത്. ഇവിടെയാണ് കസ്തൂർബ ഗാന്ധി 1944 അന്തരിച്ചതും. ഇവിടെയുള്ള ഓരോ മുറികളും ഓരോ ഗാലറികളാണ്. ഒരു ഗാലറിയിൽ നിന്നും മറ്റൊരു ഗാലറിയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ കുട്ടിക്കാലത്ത് ഞാൻ പഠിച്ച സ്വാതന്ത്ര്യ സമര കഥകളാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. ഇനി നമുക്ക് കുറച്ച് മ്യൂസിയത്തിലെ കാഴ്ചകൾ കാണാം. ഹാളിന്റെ ഒരറ്റത്ത് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള വീഡിയോകൾ ടിവിയിലൂടെ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരു കൗതുകത്തോടെ ഞാനത് കുറച്ചു നേരം നോക്കി നിന്നു. ഗാന്ധിജിയുടെ ഒരുപാട് ഫോട്ടോകളും കത്തുകളും വ്യക്തിപരമായ വസ്തുക്കളും ചരിത്രരേഖകളും എല്ലാം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ കാൽ വെക്കുമ്പോൾ ചരിത്രം നമ്മുടെ മുന്നിലൂടെ നടന്നു പോകുന്നത് പോലെ നമുക്ക് തോന്നും. കസ്തൂർബ ഗാന്ധിയുടെ ഓർമ്മയ്ക്കായി വെച്ചിട്ടുള്ള ഒരു ഗാലറിയും ഇവിടെയുണ്ട്. പാലസിനോട് ചേർന്ന് തന്നെ ഒരു ലൈബ്രറി ഉണ്ട്. അതിന്റെ പേര് സരോജിനി ലൈബ്രറി എന്നാണ്. ഞങ്ങൾ അതിന്റെ അകത്തേക്ക് പതിയെ നടന്നു. ഒരുപാട് പഴയ പുസ്തകങ്ങൾ എനിക്ക് അവിടെ കാണുവാനുണ്ടായി. ലൈബ്രറി കണ്ട് ഇറങ്ങിയതിനു ശേഷം ഞങ്ങൾ പതിയെ കസ്തൂർബ ഗാന്ധിയുടെ സമാധിയിലേക്ക് നടന്നു. ഗാന്ധിജി നടന്നിരുന്ന വഴിയിലൂടെയാണ് ഞാനിപ്പോൾ നടക്കുന്നത് എന്ന് ഓർത്തപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഇതാണ് സമാധിയിലേക്കുള്ള വഴി. ഈ കാണുന്നതാണ് കസ്തൂർബ ഗാന്ധിയുടെയും മഹാദേവ് ദേശായിയുടെയും സമാധി. മഹാത്മാഗാന്ധിജിയുടെ സമാധി ഇവിടെ ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ചിതാഭസ്മത്തിന്റെ ഒരു ഭാഗം ഇവിടെ ഒരു സ്മാരകമായി സൂക്ഷിച്ചിരിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ആഗ ഖാൻ പാലസ്. ആഗ ഖാൻ പാലസിലെ കാഴ്ചകൾക്ക് ശേഷം പൂനെയിലെ തന്നെ അതിപ്രസിദ്ധമായ ഒരു പേർഷ്യൻ കഫേയിലോട്ടാണ് ഞങ്ങളുടെ അടുത്ത യാത്ര.